മലയാളികളുടെ പ്രിയപ്പെട്ട താരം മീര നന്ദന്റെ വിവാഹം ഇക്കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത്. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തതെങ്കിലും വിവാഹത്തിന് മുമ്പും ശേഷവുമായി നടന്ന ചടങ്ങിൽ മലയാളത്തിലെ പ്രിയ താരങ്ങളടക്കമുള്ള താരനിര തന്നെ മീര നന്ദന്റെ അടുത്ത സുഹൃത്തുക്കളടക്കം പങ്കെടുത്തിരുന്നു. വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ അന്ന് തന്നെ മീര പങ്കുവച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണമാണ് മീരയ്ക്കന്ന് നേരിടേണ്ടി വന്നത്. വിവാഹത്തിന് ശേഷവും ഒരു വിഭാഗം ഇത് തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം. സിനിമാ നടി മീര നന്ദന്റെ ചെക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും, എന്തോ അയാളുടെ മൂക്ക് ഇങ്ങനെ തുടങ്ങി ബോഡി ഷെയ്മിങ്ങിന്റെ എക്സ്ട്രീം വെർഷനാണ് വിദ്യാസമ്പന്നരായ മലയാളി നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവേശ്. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് വിവാഹം. അത് ഈശ്വര സന്നിധിയിൽ അവരാഗ്രഹിച്ചതുപോലെ മംഗളമായി നടക്കുന്നു. പെൺകുട്ടി ഒരു സെലിബ്രിറ്റി ആയതിനാൽ അത് വാർത്തയാകുന്നു. പല മുഖ്യധാരാ മാധ്യമങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും ആ വിവാഹ വാർത്തയ്ക്കൊപ്പം വധൂവരന്മാരുടെയും ചിത്രങ്ങളും വരുന്നു. നമുക്ക് തീർത്തും അന്യരായ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലെ സുന്ദര മുഹൂർത്തം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വാർത്തയായി വരുമ്പോൾ നമുക്ക് നോക്കാം. വേണമെങ്കിൽ സന്തോഷത്തോടെ രണ്ടുപേരി കുറിക്കാം, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് റോൾ എന്ന ചിന്തയോടെ വഴിമാറി നടക്കാം. അതാണ് സോഷ്യൽ മീഡിയ എത്തിക്സ്. ആ എത്തിക്സ് സ്വായത്തമാക്കാൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒന്നും വേണ്ട, മറിച്ച് ലേശം വകതിരിവും സംസ്കാരവും മാന്യതയും മാത്രം മതി. മലയാളി മനസ്സുകളുടെ ദുഷിച്ച വശം ഒരിക്കൽ കൂടി പുറത്തു വന്നു എന്നതിന് അപ്പുറം മറ്റൊന്നും ഈ വിവാഹ വാർത്തയിലില്ല. ആ ഒരു പയ്യനെ അപഹസിക്കുന്ന മല്ലു പ്രബുദ്ധത കണ്ടപ്പോൾ സത്യഭാമയൊന്നും ഒന്നുമേ അല്ല എന്ന് തോന്നിപ്പോയി. മല്ലൂസ് പോലെ കാപട്യം നിറഞ്ഞ ടീംസ് വേറെ ഒരിടത്തും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം ഒരേ സമയം തല്ലാനും തലോടാനുമുള്ള അവൻ്റെ ആ സൈക്കോ മൈൻഡ് സെറ്റ് കാരണമാണ്. ഏതെങ്കിലും സ്ത്രീധന പീഡന മരണവാർത്ത വന്നാൽ പ്രബുദ്ധ മല്ലൂസ് അട്ടിപ്പേറി കിടന്ന് വല്ലാണ്ടങ്ങ് ആകുലപ്പെട്ട് ഇങ്ങനെ പറയും, ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരൂ കുട്ടികളെ എന്ന്. എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന കുട്ടികൾ രണ്ടാമത് കെട്ടിയാലോ? ഇതേ മല്ലൂസ് പറയും സെക്കൻഡ് ഹാൻഡ് ആൻഡ് യൂസ് വണ്ടികളെന്ന്. അടുത്തൊരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറിച്ചെന്ന് വിരകി മറിയാൻ മലയാളി കഴിഞ്ഞേ ആരുമുള്ളൂ. സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവരും മനുഷ്യരാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളർത്തി വലുതാക്കിയവരല്ലേ ഈ താരങ്ങൾ. അപ്പോൾ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് റൈറ്റ്സ് ഇല്ലേ എന്നൊക്കെയാണ്. എന്ത് വിവരം കെട്ട ചിന്താഗതിയാണത്. നമ്മൾ കൊടുക്കുന്ന കാശിന് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നതിനപ്പുറം എന്ത് കൊടുക്കൽ വാങ്ങലുകളാണ് വേണ്ടത്? നമ്മൾ പൈസ കൊടുത്ത് സിനിമ കാണുന്നത് നമ്മുടെ പേഴ്സണൽ എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലാതെ അവരുടെ ഗെയിൻ അല്ല. അതുപോലും മനസ്സിലാക്കാൻ സെൻസില്ലാത്ത കൂട്ടരാണ് പ്രബുദ്ധർ എന്ന വിളിപ്പേരുമിട്ട് അടുത്തൊരാളുടെ പേഴ്സണൽ സ്പേസിൽ നുഴഞ്ഞു കയറി വെർബൽ മസ്റ്റർബേഷൻ ചെയ്യുന്നത്. മീരയ്ക്കും ശ്രീജുവിനും ഹൃദയം നിറഞ്ഞ വിവാഹമംഗളാശംസകളാണ് നേരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.